ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ബ്രെഡ് കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ബ്രെഡ് ഉപ്മാവ്. ഇതിൻ്റെ കൂടെ നമുക്ക് കറികളോ ഒന്നും വേണ്ട, അങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഈ ബ്രെഡ് ഉപ്മാവ്. ആദ്യം ബ്രെഡ് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ ഞാൻ ഇങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്വയർ ടൈപ്പ് ചെറിയ ചെറിയ പീസുകൾ കിട്ടും. ഇതുപോലെ. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. തക്കാളി, മല്ലിയില, ഒനിയൻ, ക്യാപ്സിക്കം, പച്ചമുളക്, വെളുത്തുള്ളി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാൻ ചൂടാക്കി അതിനകത്ത് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഓയിൽ ഇട്ട് കൊടുക്കുക. ഓയിൽ ഒഴിച്ച ശേഷം നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം മൂത്തതിന് ശേഷം നമുക്ക് ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഗാർലിക്ക് ഒരു ചെറിയ ചുവപ്പ് കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ നമുക്ക് ഒനിയൻ ഇട്ട് കൊടുക്കാം. ഒനിയൻ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒനിയനും ഒരു ചെറിയ ചുമല കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. കാരണം ഒനിയനും ഗാർലിക്കിനും കുറച്ച് വേവ് കൂടുതലുണ്ട്. ക്യാപ്സിക്കൊക്കെ പെട്ടെന്ന് വേവുന്നതാണ്. ഓക്കെ, ഞാനതെല്ലാം ഇട്ടതിന് ശേഷം എല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടു. അതിനുശേഷം നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ചൊരു 2-3 മിനിറ്റ് വേവിച്ചാൽ മതി. കാരണം ഓൾറെഡി ഗാർലിക്കും ഒനിയനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ്, അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കാം. അതിനുശേഷം ലാസ്റ്റ് നമുക്കൊരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കാം. അത് ലെമണാണ്. കുറച്ച് ലെമൺ നമുക്ക് സ്ക്വീസ് ചെയ്ത് ഈ മസാലയ്ക്കകത്ത് ഒഴിക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, ഏകദേശം ഒരു സ്പൂണ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ബ്രെഡ് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ ആകുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ചു വെച്ച് 1 മിനിറ്റ് വേവിക്കാം. അതിനുശേഷം നമുക്ക് മല്ലിയില വിതറാം. മല്ലിയില വിതറിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതാണ്. കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റും. വേറെ കറികളൊന്നും വേണ്ട. കാരണം ഇതിനകത്ത് ക്യാപ്സിക്കം ബാക്കി എല്ലാ ഫ്ലേവറുകളും അടങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ നമുക്ക് കഴിക്കാൻ പറ്റും. താങ്ക് യു ഫോർ വാച്ചിങ്.